പ്രിയ സഹോദര സഹോദരി, ഇന്ന് ദുഃഖശനിയാണ്. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ഓശാന ഞായർ ആഘോഷിച്ചു. ജൈവിളികളുടെ ഒരു ഞായർ. 2-3 ദിനങ്ങൾ കഴിഞ്ഞപ്പോൾ പങ്കുവയ്പ്പിന്റെ പെസഹ അനുഭവത്തിലൂടെ കടന്നുപോയി. ഇന്നലെ വിട്ടുകൊടുക്കലിന്റെ സമർപ്പണത്തിന്റെ ദുഃഖവെള്ളിയും കഴിഞ്ഞു. ഇന്ന് കാത്തിരിപ്പിന്റെ ദിവസം. കാരണം അവൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അവൻ സത്യമായിട്ടും ഉയർത്തെഴുന്നേൽക്കും. പുതിയ പ്രതീക്ഷകളുമായിട്ട് ജീവിതത്തിലേക്ക് കടന്നു വരും. പുതിയ പ്രതീക്ഷയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ ഒരു സുദിനമാണ്. നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങളുണ്ടെങ്കിൽ, ഏതെങ്കിലും മേഖലയിൽ തളർന്നു പോയി എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് ജീവിതം തീരുന്നില്ല. കാത്തിരിക്കണം. അവന്റെ കുരിശ് അതിന്റെ ശക്തി നമുക്ക് തരും. ഈ കുരിശില് അവൻ മരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇന്ന് കല്ലറയിലായിരിക്കാം. പക്ഷേ ഈ കുരിശില് നിന്നെ രക്ഷിക്കാൻ വേണ്ടി മരണമടഞ്ഞവൻ നാളെ കല്ലറയിൽ നിന്ന് ഉത്ഥാനം ചെയ്യും. ഒരു പുതിയ പ്രതീക്ഷ നിനക്ക് നൽകുക. അവൻ പുതിയ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവനിൽ വിശ്വസിക്കുന്ന നിനക്കും തീർച്ചയായിട്ടും ഒരു പുതിയ ജീവിതം അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ഒന്ന് കണ്ണുകൾ അടച്ചെന്ന കരങ്ങൾ കൂട്ടാം. നല്ലവനായ കർത്താവേ, ഈ വ്യക്തിയെ, ഈ കുടുംബത്തെ, എന്നെ കേൾക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുക. പുതിയ പ്രതീക്ഷകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈ സുദിനത്തില് എല്ലാ സങ്കടങ്ങളുടെ മധ്യേയും ശാന്തമായിട്ട് നീ ഇടപെടും എന്ന ബോധ്യത്തോടു കൂടി കാത്തിരിക്കുവാനായിട്ട് ഈ മക്കൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കാത്തിരിക്കുന്നവർക്ക് നിന്നെ ദർശിക്കുവാനായിട്ട് സാധിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.